അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ കയ്യിലെ സാധനങ്ങൾ വളരെ സൂക്ഷിച്ച് തന്നെ പിടിക്കണം, ഇല്ലെങ്കിൽ ഇവർ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ കയറുമ്പോഴത്തേക്ക് ഒരു ആട്ടമൊക്കെ ഉണ്ടാകും. ഇത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഇത് കണ്ട ഒരു കോട്ടയാണ്. ഒക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ യാനയുടെ പുറത്ത് ഒരു റൈഡൊക്കെ നടത്താനായിട്ട് പറ്റും. പാമ്പ് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് ആ ഷേപ്പിലാണ് ആ ഒരു ബെഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കൽമണ്ഡപത്തിന്റെ അകത്താണ് ഈ സ്പായു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാച്ച് ടവറിന്റെ മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് താഴെ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ആൾക്കാരൊക്കെ ചാലക്കുടി പുഴയുടെ ഇരു കരകളിലുമായി 2 ജില്ലകളിലായി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന 2 പിക്നിക് പ്ലേസ്, രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചാലക്കുടി പുഴയ്ക്ക് കുറുകെ നടക്കുന്നതിന് ഒരു തൂക്കുപാലം, ഫാമിലിയുമായോ കൂട്ടുകാരുമൊത്തോ പോയി ഒരു ദിവസം മൊത്തം ചില്ലാക്കാൻ പറ്റിയ ഒരിടം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇക്കരെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം, അക്കരെ തുമ്പൂർ മൊഴി ഗാർഡൻസ്. മലയാറ്റൂർ അടിവാരത്ത് നിന്നും കണിമംഗലം ഫോറസ്റ്റ് വഴി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളയുടെ കല്ലേല എസ്റ്റേറ്റിൽ കൂടി വെറ്റിലപ്പാറ വഴിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നമ്മൾ ആദ്യം എത്തിയത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലാണ്. ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ്. ഇത് ഒരു വലിയൊരു ഇരുമ്പിന്റെ വടം കണ്ട. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൂക്കുപാലത്തിന് വലിവ് കൊടുക്കുന്ന ഒരു ഇരുമ്പിന്റെ വടമാണ്. ഇവിടെ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള നല്ല സൗകര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് മറന്നുപോയി, ഇവിടെ എൻട്രൻസ് ഫീസും ഉണ്ട്, പാർക്കിംഗ് ഫീസും ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് ഫീസ്. അതുപോലെ തന്നെ ബൈക്കിന് 10 രൂപയും, കാറിന് 20 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മരത്തിലൊരു കുരങ്ങനിരിക്കണുണ്ട്, അടിപൊളി, അവനവിടെ ഇരുന്നുണ്ട്. ചായ, സ്നാക്സ്, ഐസ്ക്രീം, ജ്യൂസ് ഇതൊക്കെ കിട്ടുന്ന 1-2 കൗണ്ടറുകളും ഇവിടെ ഉണ്ട്. ഈ ഒരു മരം കണ്ട, ഇതൊരു വലിയൊരു മാവാണ്. ഈ പ്രദേശത്ത് മൊത്തം തണൽ കൊടുക്കുന്ന ഒരു വലിയൊരു മാവ്. അതിന്റെ അടിയിൽ തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവർക്ക് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് തണലും ഒക്കെ കൊണ്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഗതിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചാലക്കുടി പുഴയുടെ 2 കരകളിൽ അപ്പുറ ഇപ്പുറയായിട്ടാണ് ഈ 2 സ്പോട്ടുകളും സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിലാണ് ഈ പ്രകൃതി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ച എന്ന് പറയാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ജലസേചന ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു റെഗുലേറ്റർ സംവിധാനമുണ്ട്. ഇതാണ് ആ പാർക്ക്. ഇതൊരു ചെറിയ സംവിധാനമാണ്. ഇനി കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പൂർ മൊഴി ഗാർഡൻസിലാണ്. ഇവിടെ വളരെ ചെറിയ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കൂടാതെ സന്ദർശകർക്ക് ഇരിക്കാനുള്ള ബെഞ്ച്, അതുപോലെ തന്നെ നല്ല വലിയ മരങ്ങളുടെ തണലും ആയതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. കൂടാണ്ട് തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ജലസേചന സൗകര്യത്തിന് ഒഴുകുന്ന ആ ഒരു കനാല് ഇതിന്റെ പറ്റക്കുടിയാണ് ഒഴുകുന്നത്. അതിന്റെ തീരത്താണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ഇത് കണ്ട കുരങ്ങന്മാർ ഒരുപാടുണ്ട്. അവരിത് ഈ കനാലിന്റെ ബണ്ട് വഴിയൊക്കെ നടക്കുന്നുണ്ട്. ബണ്ട് വഴി അതുപോലെ തന്നെ മരങ്ങളിൽ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ കയ്യിലെ സാധനങ്ങൾ വളരെ സൂക്ഷിച്ച് തന്നെ പിടിക്കണം, ഇല്ലെങ്കിൽ ഇവർ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് നമ്മൾ ഇതൊന്നും ഒരിടത്തും വെച്ചേക്കരുത്. മൊബൈൽ, ഈ സാധനങ്ങളൊന്നും ഒരിടത്തും വെച്ചേക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് തൂക്കുപാലം. ഇത് കണ്ട, തൂക്കുപാലത്തിന്റെ ഒപ്പം തന്നെ ഒരു മരവും വളർന്നു നിൽക്കുന്നുണ്ട്. പന വർഗത്തിൽപ്പെട്ട സാധനമാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് വളർന്നു നിൽക്കുന്നത്. നമുക്കിനി ഒന്ന് ഈ പാലത്തിലേക്കൊന്ന് കയറാം, തൂക്കുപാലത്തിലേക്ക് കയറാം. ഇതിന് വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ആഹാ, ഇത് കണ്ട, ഒരു കാഴ്ച നോക്കിയേ, എന്നാ രസമാണെന്ന് നോക്കിയേ. ഒരു ചെറിയ കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ കയറുമ്പോഴത്തേക്ക് ഒരു ആട്ടമൊക്കെ ഉണ്ടാകും. വാഴച്ചാലിലും അതിരപ്പള്ളിയിലും കുത്തിമറിഞ്ഞ് തിമിർപ്പ് കാട്ടി വരുന്ന ചാലക്കുടി പുഴയ്ക്ക് ഏഴാറ്റുമുഖം തുമ്പൂർ മൊഴി ഭാഗത്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കാണുന്ന തടയണ കണ്ടോ? ഇത് പുഴയെ തടഞ്ഞു നിർത്തി ഇരുവശങ്ങളിലുമുള്ള കനാലിലൂടെ ഒരു റെഗുലേറ്റർ സംവിധാനത്തിൽ നിയന്ത്രിച്ച് ഇരുഭാഗത്തുമുള്ള കാർഷിക മേഖലയിലേക്ക് ജലസേചനം എത്തിക്കുന്നു. ഈ തടയണയ്ക്ക് ഇപ്പുറമുള്ള ഭാഗം വറ്റിവരണ്ട് പാറക്കൂട്ടങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്നു. നമുക്കിനി ഈ പാലം ഇറങ്ങി നേരെ തുമ്പൂർ മൊഴി ഗാർഡൻസിലേക്ക് ഇറങ്ങാം. ഈ തുമ്പൂർ മൊഴി, ഈ പാലം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയാണ്. നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ തുമ്പൂർ മൊഴി ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മലയാറ്റൂർ അതിരപ്പള്ളി യാത്രയുടെ 4ാമത്തെ വീഡിയോയാണ് ഇത്. 1, 2, 3 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ഈ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്.
ഇത് കണ്ട, ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം നമുക്കിങ്ങനെ കയറാനായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൂടാണ്ട് ഇവിടുത്തെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ആദ്യം കാണുന്നത് വിർച്വൽ റിയാലിറ്റി സെന്റർ. ഇതിലൊക്കെ പ്രത്യേകം പാസ് എടുക്കണം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കണ്ടിട്ടുള്ള സാധനമാണിത്. ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കണം. ഇത് എന്ത് ചെടിയാണാവോ? അടുത്തത് ഇവിടെ ഒരു ആന വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വെറുതെ ആന വണ്ടിയല്ല കേട്ടോ, ആന ചിഹ്നം വിളിക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചിഹ്നം വിളിയുടെ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. ഇതിനൊരു ഡ്രൈവറുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കയറി ഈ ആനപ്പുറത്ത് കയറി ഇരിക്കാം. കുട്ടികൾക്കൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആനയുടെ പുറത്ത് ഒരു റൈഡൊക്കെ നടത്താനായിട്ട് പറ്റും. ഇവിടുത്തെ പാർക്കിലെ ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പാമ്പ് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് ആ ഷേപ്പിലാണ് ആ ഒരു ബെഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാം. അതിങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഇത് വാലുഭാഗമാണെന്ന് തോന്നുന്നു, തലഭാഗം അപ്പുറത്ത്. അതുപോലെ ഇവിടെ ഒരു കൽമണ്ഡപം കണ്ട, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ താഴെ വന്നിരിക്കാനായിട്ടൊക്കെ നല്ല തണുപ്പും സുഖമൊക്കെയാണ്. വെള്ളം ഒഴുകുന്നൊരു ചെറിയ കനാലുണ്ട്, അതിന് കുറുകെ ഒരു പാല, അതും നല്ല ഭംഗിയായിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കുള്ള മറ്റുള്ള ആ ഒരു വിനോദ ഉപാധികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വേണ്ട കുട്ടികൾക്ക് അതൊക്കെ കയറി ഇറങ്ങാനായിട്ടൊക്കെയുള്ള ആ ഒരു പരിപാടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് മരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാരണം തന്നെ നല്ല തണലും തണുപ്പും ഒക്കെയാണ്. ഇത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഇത് കണ്ട, ഒരു കോട്ടയാണ്. ഒരു കോട്ട ഉണ്ടാക്കി. കോട്ടയുടെ മേലിൽ കയറാം, കോട്ടയുടെ അകത്ത് കയറാം, കോട്ടയിൽ നിന്ന് ഊർന്നിറങ്ങാം. കുട്ടികൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കോട്ടക്കകത്തൊക്കെ കയറി മേലിൽ കയറി മറ്റേ വരവ് കണ്ട. പിള്ളേർ വളരെ ആസ്വദിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കോട്ട. കോട്ടയുടെ മേളിൽ കയറാം, ഉള്ളിൽ കയറാം. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് ഓടി ചാടി നടക്കുന്നത്. പിള്ളേർക്ക് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണിത് കാണാനായിട്ട്. ഇനി ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് ഏതായാലും ആ വാച്ച് ടവറിന്റെ മേളിലേക്കൊന്ന് കയറാം. വാച്ച് ടവറിന്റെ മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് താഴെ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ആൾക്കാരൊക്കെ ടവറിന്റെ മേളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വന്ന് അവിടെയൊക്കെ നിന്നിട്ട് ഈ കാഴ്ചകളും കൊണ്ട് കാറ്റുമൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ ഈ ചാലക്കുടി പുഴയുടെ കാഴ്ച ഈ വാച്ച് ടവറിന്റെ മേളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. പുഴയെന്ന് പറയാൻ പറ്റില്ല, പുഴ അവിടെ തടയാണ് കെട്ടിയിരിക്കുന്നത് കാരണം, തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാരണം പുഴയിൽ വെള്ളം വളരെ കുറവാണ്. പാറകൾ മാത്രമാണ് തെളിഞ്ഞു കാണുന്നത്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു കാഴ്ച ഇതാണ്, ഒരു ഫിഷ് സ്പാ. ഇവിടെ ആൾക്കാർക്ക് അഡൾട്ട്സിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. സ്പാ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു കൽമണ്ഡപത്തിന്റെ അകത്താണ് സ്പായും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടാങ്കിന്റെ അകത്താണ് മീനുകളെ ഇട്ടിട്ട് ആൾക്കാർ അതിൻ്റെ അകത്ത് കാലിറക്കി വെച്ച് ആ കാലിൽ വന്ന് മീൻ കൊത്തി ഒരു മസാജിങ് പോലുള്ളൊരു സംഭവം. അതാണ് ഈ ഫിഷ് സ്പാ എന്ന് പറയണത്. ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഈ കാണുന്നത് തന്നെയാണെന്ന് നോക്കിയേ. ഇത് കണ്ട, നമ്മുടെ ആ തൂക്കുപാലത്തിന് തുമ്പൂർമൊഴി ഭാഗത്തേക്കുള്ള ആ തുമ്പൂർമൊഴിയുടെ കരയിലേക്കുള്ള ആ ഒരു വലിവ് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു ഇരുമ്പ് വടമാണ്. അത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു കോൺക്രീറ്റ് ബ്ലോക്കേലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ട, ഒരു 3 ബ്ലോക്കുണ്ട്. കണ്ട, അത് ഈ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ട് നല്ല തണുപ്പും തണലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം നല്ല ചില്ലായിട്ട് പോകാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഉള്ള ഒരു ഇടമാണ് ഈ തുമ്പൂർമൊഴി ഏഴാറ്റുമുഖം എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം, ഈ ഒരു സ്പോട്ട്. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്കൊക്കെ പോകുന്ന ആ റോഡിൽ നിന്നും ഇതിലേക്ക് എൻട്രൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വന്നത് മലയാറ്റൂരിൽ നിന്ന് ഏഴാറ്റുമുഖം വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഈ റോഡ് അതാണ്, ആ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഗാർഡനൊക്കെ കയറി കാണാം. ഇവിടുന്ന് നമുക്ക് വേറെ അപ്പുറത്തോട്ട് ഇറങ്ങി ഏഴാറ്റുമുഖം കണ്ടിട്ട് തിരിച്ചു വന്ന് പോകാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.